ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ കയ്യിൽ കിട്ടിയ വണ്ടിയും എടുത്ത് പായുകയാണ് ട്രംപിന്റെ പിന്നാലെ. ട്രംപിന്റെ ഒപ്പം നടക്കാനൊന്നുമില്ല, തങ്ങൾ ആക്രമിക്കുന്നതിനെ രക്ഷിക്കണേ എന്ന നിലവിളിയുമായി അഭ്യർത്ഥനയുമായാണ് നെതന്യാഹു ട്രംപിന് പിന്നാലെ പായുന്നത്. അങ്ങനെ ഇസ്രായേൽ വീണ്ടും ഒരു സഹായം ചോദിച്ച് അമേരിക്കയുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും ഒരു മധ്യസ്ഥനാകാൻ അമേരിക്കയോട് ഇസ്രായേൽ കെഞ്ചി പറയുകയാണ്. എന്താണ് വിഷയം? ഖത്തറിനെ ആക്രമിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞു, നെതന്യാഹു കേട്ടില്ല. ഹമാസ് നേതാക്കളെ ബോംബിട്ട് തകർത്തു. ഇറാനെ ഖത്തറിനെ ആക്രമിക്കാമെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നായിരുന്നു ട്രംപിനോടുള്ള നെതന്യാഹുവിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ തക്കുത്തരം. അതേ അമേരിക്കയെ വീണ്ടും ചെന്ന് കാലു പിടിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. എന്തിനാണ്? പഴയ അറബ് എതിരാളികളായ ഈജിപ്തിനെ ഭയന്നിട്ടാണ്. ഗാസ സിറ്റി കൈപ്പിടിയിൽ ഒതുക്കാൻ എല്ലാ തരം തന്ത്രങ്ങളും പുറത്തിറക്കി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് പുതിയൊരു തലവേദനയാണ് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നും. കടുത്ത സൈനിക നീക്കമാണ് ഈജിപ്റ്റ് ഇസ്രായേലിനെതിരെ അവരുടെ ദ്വീപുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രവും തമ്മിലുള്ള ആദ്യത്തെ സമാധാന ഉടമ്പടിയെ ചൊല്ലിയാണ് ഈ തർക്കം. സിനായ് പെൻസുലയിൽ ഈജിപ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക വിന്യാസത്തെ ഇസ്രായേൽ ഏറെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സിനായ് പെൻസുലയിൽ അടുത്തിടെ വർദ്ധിച്ച ഈജിപ്ഷ്യൻ സൈനികരുടെ എണ്ണവും ആയുധ വിന്യാസവും ഒക്കെ കുറയ്ക്കണം, അതിന് അടിയന്തരമായി ഇടപെടണമെന്നാണ് അമേരിക്കയോട് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതു നിമിഷവും സിനായ് വിഷയത്തിൽ തങ്ങൾക്കെതിരെ ഈജിപ്ത് ആക്രമണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭീതി. അതിന് കാരണമുണ്ട്. സിനായ് പെൻസുലയിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് 79 സിനായ് കരാറിന്റെ ലംഘനമാണെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതടക്കം വിവരങ്ങളുടെ വലിയൊരു പട്ടിക തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചയിൽ ബെഞ്ചമിൻ നെതന്യാഹു നിരത്തിയത്. എന്താണ് ഇസ്രായേലിനെതിരെ ഈജിപ്ത് സിനായ് ദ്വീപിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മിസൈലുകൾ സൂക്ഷിക്കുന്നുള്ള ഭൂഗർഭ അറകൾ, യുദ്ധവിമാനങ്ങൾക്കായി വികസിപ്പിച്ച ആധുനിക റൺവേകൾ, മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ടാങ്കുകൾ, ഇതൊക്കെ സിനായ് പെൻസുലയിൽ ഈജിപ്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇതുമൂലം നിലവിലെ കരാറിന്റെ ലംഘനം സാധ്യമാകാനുള്ള എല്ലാ വഴിയുമുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. കരാറുകൾ ലംഘിക്കപ്പെടാനുള്ളതാണെന്ന് ഗാസയെ നോക്കി വലിയ വായിൽ വീമ്പിളക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഒരു കരാറിനെ ചൊല്ലി കരയുകയാണ്. നിലവിൽ ഒന്നിലേറെ യുദ്ധമുഖങ്ങളെ ഇസ്രായേൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈജിപ്ത് അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. ദീർഘകാല ഭീഷണിയാണ് ഈജിപ്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. ഇസ്രായേൽ മിസൈലിട്ട് ഖത്തറിനെ പേടിപ്പിച്ചപ്പോൾ US സഖ്യകക്ഷി ആയതുകൊണ്ടാണ് ഖത്തർ ഇസ്രായേലിനെ തിരിച്ചടിക്കാത്തതെന്നും ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് നെതന്യാഹുവും ഇസ്രായേലും ഇപ്പോൾ പഴയ രൂപത്തിൽ തന്നെ തുടരുന്നത്. കാരണം ഇറാനെ ചൊറിഞ്ഞപ്പോൾ ഇറാൻ മിനിറ്റിന് ഇസ്രായേൽ നഗരങ്ങളിലേക്കൊക്കെ കെട്ടിടങ്ങളിലേക്കൊക്കെ മിസൈലുകൾ വർഷിച്ചത് 1-2 മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പോലെ ഖത്തറിൽ കൊടുത്താൽ ഈജിപ്തിലും കിട്ടുമെന്ന ആ ആപ്തവാക്യമാണ് ഇപ്പോൾ ഇസ്രായേലിനെ വിടാതെ പിന്തുടരുന്നത്. എന്നാൽ ഭീകരപ്രവർത്തനങ്ങൾ, കള്ളക്കടത്ത് എന്നിവ തടയാനുള്ള ഉപാധിയായാണ് തങ്ങൾ സിനായ് അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയതെന്നാണ് ഈജിപ്തിന്റെ ന്യായീകരണം. പ്രദേശത്തെ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ശരിയാണെന്ന് ഈജിപ്ത് പറയുന്നുണ്ട്. സിനായ് പ്രവിശ്യയിലേക്ക് കൂട്ടമായിട്ട് കുടിയേറ്റമുണ്ടായാൽ തങ്ങൾ പ്രതികരിക്കുമെന്നും ഇസ്രായേലിനെതിരെ തങ്ങൾ നോക്കിയിരിക്കില്ല എന്നുമാണ് ഈജിപ്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. 4000-ലധികം സൈനികരെയാണ് തങ്ങളോട് വിന്യസിച്ചതെന്നാണ് ഈജിപ്തിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്താണ് ഈ ലംഘിക്കപ്പെടുമെന്ന് ഇസ്രായേൽ ഉറപ്പായും വാദിക്കുന്ന സിനായ് ഉടമ്പടി? ഈജിപ്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു ഉപദ്വീപാണ് സിനായ് പെൻസുല. ഈജിപ്തിന് സർവത്ര പരമാധികാരമുള്ള ഈ പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ, പിന്നെ ഗാസ മുനമ്പ്, ഇതാണ് അതിർത്തി പങ്കിടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിനായ് ഉപദ്വീപ് ഉൾപ്പെടെയുള്ള ഈജിപ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഈജിപ്തിലെ ബ്രിട്ടീഷ് ഭരണം 1922 വരെ തുടർന്നു. ഈജിപ്ത് സ്വതന്ത്രമായപ്പോൾ ഈ തന്ത്രപ്രധാന മേഖല ഈജിപ്തിന്റെ കയ്യിലേക്ക് വന്നു. 67 ജൂണിലെ 6 ദിവസത്തെ അറബ് ഇസ്രായേലി യുദ്ധത്തിൽ ഇസ്രായേലി സൈന്യം ഈ പ്രദേശം കൈലാക്കി. എന്നാൽ 1979 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച
സിനായ് സമാധാന ഉടമ്പടി പ്രകാരം ഈ ഉപദ്വീപ് ഇസ്രയേൽ ഈജിപ്തിന് തിരികെ കൊടുത്തു. ഇപ്പോഴെന്താണ്, സിനായ് ഉപദ്വീപിൽ നിന്നും ഇസ്രായേൽ പിന്മാറുക, ഇരു രാജ്യങ്ങളും തമ്മിൽ സാധാരണ നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഈജിപ്ത് ഇസ്രായേലിനെ ഔപചാരികമായി അംഗീകരിക്കുക തുടങ്ങിയവയായിരുന്നു 79 അന്നത്തെ ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതാണ് പറഞ്ഞത്, ഇസ്രായേലും ഒരു അറബ് രാഷ്ട്രം തമ്മിൽ ഉണ്ടാക്കിയ ഏറ്റവും ആദ്യത്തെ സമാധാന ഉടമ്പടി. ഒപ്പുവെച്ചതോ 79 മാർച്ച് 26 വാഷിംഗ്ടൺ DC വെച്ച്. 2022 കാര്യങ്ങൾ തകിടം പറഞ്ഞു. നെതന്യാഹു സർക്കാർ അധികാരത്തിലേറിയതോടെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ വീണ്ടും തർക്കം തുടങ്ങി. നെതന്യാഹുവിന്റെ ആ കഴുകൻ കണ്ണുകൾ സിനായ് ഉപദ്വീപുകളിലേക്ക് നീണ്ടു. കാരണം ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഇടമാണ്. ഗാസയിൽ നിന്നുള്ള പലസ്തീനി കുടിയേറ്റക്കാരെ, പലസ്തീനി ഗാസ നിവാസികളെ ഇവിടെ നിന്നും അതിർത്തി കടത്തി വിട്ടാൽ ഗാസ ഒഴിപ്പിക്കാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറെക്കാലം കൊണ്ടുള്ള കണക്കുകൂട്ടൽ. 2024 ഇസ്രായേൽ സൈന്യം റഫയുടെ ചില ഭാഗങ്ങളിൽ പ്രവേശിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. പിന്നീട് അതിർത്തി കടന്നുള്ള ആക്രമണം, ഈജിപ്ഷ്യൻ ഇസ്രായേൽ സൈന്യം തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്നിവയ്ക്കാണ് ഈ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത്. ഈജിപ്റ്റ് ലോകത്തെ മികച്ച ഒരു അറബ് സൈനിക ശക്തി കൂടിയാണ്. ഇസ്രായേൽ നന്നായിട്ട് അറിയാം. ഇറാന് ഇസ്രായേൽ ചൊറിഞ്ഞു, ഖത്തറിനെ ചൊറിഞ്ഞു. ഇപ്പോഴിതാ ഈജിപ്റ്റ് ബദ്ധവൈരികളായ ഈജിപ്തിനെയും വീണ്ടും യുദ്ധസന്നാഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈജിപ്തിന് വ്യക്തമായി ഖത്തറും ഇസ്രായേലും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ ഒരു സഖ്യകക്ഷിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊരു ഭീതിയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെയും മാർക്കോ റൂബിയുടെയൊക്കെ പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ സിനായ് അതിർത്തിയിൽ നിന്നും ഇസ്രായേൽ സേനയെ കുറയ്ക്കണം. കാരണം ഇസ്രായേൽ അവിടെ നിന്നും സേനയുടെ എണ്ണം കുറച്ചാൽ ഏത് വിധേനയും ഗാസയിൽ നിന്നും ആട്ടിൻപറ്റത്തെ അടിച്ച് അകറ്റി അതിർത്തി കടത്തി വിടുന്നത് പോലെ ഗാസ നിവാസികളെ സിനായ് ദ്വീപിലേക്ക് കടത്തിവിടാമെന്നൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു. അത് നടക്കത്തില്ല എന്ന ഒരൊറ്റ നിലപാടിൽ ഈജിപ്ത്. ഇനി കളി കാത്തിരുന്ന് കാണും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച